പുതിയ കാര്യങ്ങൾ പഠിക്കാനും അതുപോലെ സങ്കീർണമായ വിഷയങ്ങൾ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാനും ആഗ്രഹിക്കുന്ന പ്രിയ ശ്രോതാവേ, ഞങ്ങളുടെ ഈ പുതിയൊരു വിശകലനത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അതെ, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് ഡിവിഡൻഡുകളെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന വളരെ വിശദമായ ഒരു ഗൈഡാണ്. ഷെയർ മാർക്കറ്റ് പഠന പരമ്പരയിലെ 13ാമത്തെ ക്ലാസ്സിൽ നിന്നുള്ള വിവരങ്ങളാണ് ഇതിന്റെ അടിസ്ഥാനം. ശരിയാണ്. ഇതിനു മുൻപുള്ള ക്ലാസ്സിൽ നമ്മൾ ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് എന്നിവയെക്കുറിച്ചായിരുന്നു സംസാരിച്ചത് എന്ന് സോഴ്സ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതെ. അപ്പോ ഇന്നത്തെ നമ്മുടെ പ്രധാന മിഷൻ എന്താണെന്ന് വെച്ചാൽ, ഓഹരി വിപണിയിൽ നിന്ന് ഷെയറുകൾ വിൽക്കാതെ തന്നെ നിങ്ങൾക്കെങ്ങനെ ഒരു വരുമാനമുണ്ടാക്കാമെന്നതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഡിവിഡൻഡ് എന്ന ആശയത്തെക്കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ മുതൽ നമ്മെ എപ്പോഴും തെറ്റിദ്ധരിപ്പിക്കുന്ന ചില സാങ്കേതിക പദങ്ങളുടെ അർത്ഥങ്ങൾ വരെ ഈ ചർച്ചയിലൂടെ നമ്മൾ ലളിതമായി വേർതിരിച്ചെടുക്കാൻ പോകുന്നു. തീർച്ചയായും. ഇപ്പം നിങ്ങളൊരു തുടക്കക്കാരനാണെങ്കിലും ശരി, ഇതിനകം നിക്ഷേപം നടത്തുന്ന ആളാണെങ്കിലും ശരി, ഈ വാർത്തകളിൽ കേൾക്കുന്ന വലിയ ഡിവിഡൻഡ് പ്രഖ്യാപനങ്ങൾക്ക് പിന്നിലെ യഥാർത്ഥ കണക്കുകൾ മനസ്സിലാക്കാൻ ഈ ചർച്ച നിങ്ങളെ സഹായിക്കും. ഒരു നിക്ഷേപകൻ എന്ന നിലയിൽ അറിഞ്ഞിരിക്കേണ്ട മുന്നറിയിപ്പുകൾ കൂടിയാണ് നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. ഈ ഡിവിഡൻഡ് എന്ന വാക്ക് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. സോഴ്സിൽ പറയുന്ന വളരെ ലളിതമായ ഒരു സൂപ്പർ മാർക്കറ്റ് ഉദാഹരണത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. അതായിരിക്കും മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പം. ഇപ്പോൾ നമ്മൾ ഈ കേൾക്കുന്ന നിങ്ങളും നിങ്ങളുടെ ഒരു സുഹൃത്തും ചേർന്ന് ഒരു ബിസിനസ് തുടങ്ങുന്നു എന്ന് വെക്കുക. രണ്ടാളും കൂടി 1,00,000 രൂപ വീതം മുടക്കി ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങുന്നു. അതായത് ആകെ 2,00,000 രൂപയുടെ നിക്ഷേപം. അതെ അതെ. അങ്ങനെ ഒരു വർഷം കഴിയുമ്പോൾ എല്ലാം കഴിഞ്ഞ് ഒരു 50,000 രൂപ ലാഭം കിട്ടുന്നു. ഈ തുക നിങ്ങൾക്ക് വീണ്ടും ആ ബിസിനസ്സിൽ തന്നെ മുടക്കാം, സൂപ്പർ മാർക്കറ്റ് വലുതാക്കാൻ. അങ്ങനെയല്ലെങ്കിൽ ഈ 50,000 രൂപ നിങ്ങൾക്ക് രണ്ടുപേർക്കുമായി 25,000 രൂപ വീതം വീതിച്ചെടുക്കാം. അപ്പോ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭം ഇങ്ങനെ പങ്കുവെച്ചെടുക്കുന്നതിനെയാണല്ലോ ഡിവിഡൻഡ് എന്ന് വിളിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ അത് തന്നെയാണ്. ഈ ലാഭം വീതിച്ചെടുക്കുന്ന പ്രക്രിയയെയാണ് ഓഹരി വിപണിയിൽ നമ്മൾ ഡിവിഡൻഡ് എന്ന് വിളിക്കുന്നത്. ഒരു കമ്പനിക്ക് ലഭിക്കുന്ന അട്ടാദായം, അതായത് നെറ്റ് പ്രോഫിറ്റിന്റെ ഒരു ഭാഗം ഷെയർ ഹോൾഡേഴ്സിന് നൽകുന്നതാണിത്. അപ്പോ വമ്പൻ കമ്പനികൾ അവരുടെ ലാഭം നമുക്ക് തരുന്നു. അതെ. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ കൈവശം ആ കമ്പനിയുടെ ഒരേയൊരു ഷെയർ മാത്രമാണുള്ളതെങ്കിൽ പോലും ഈ ലാഭവിഹിതം നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. ആ ഒറ്റ ഷെയർ നിങ്ങളെ ആ കമ്പനിയുടെ ഒരു പങ്കാളിയാക്കുന്നു. അത് വളരെ രസകരമായ ഒരു കാര്യമാണ്. അപ്പോൾ എന്റെ കയ്യിൽ ഷെയർ ഉള്ളിടത്തോളം കാലം കമ്പനി ലാഭമുണ്ടാക്കിയാൽ എനിക്കും പണം കിട്ടും. തീർച്ചയായും കിട്ടും. പക്ഷേ ഇവിടെ എനിക്കൊരു സംശയമുണ്ട്. ഇപ്പോ കമ്പനികൾ എപ്പോഴും ഇങ്ങനെ ലാഭം പങ്കുവെക്കുമോ? ഞാനൊരു കമ്പനിയുടെ ഷെയർ വാങ്ങിയാൽ എനിക്ക് ഉറപ്പായും ഡിവിഡൻഡ് കിട്ടോ? ഇല്ല, ഒരിക്കലുമില്ല. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കമ്പനികൾ നിർബന്ധമായും ഡിവിഡൻഡ് നൽകണം എന്ന നിയമമൊന്നുമില്ല. അപ്പോ ആരാണിത് തീരുമാനിക്കുന്നത്? ഇത് തീരുമാനിക്കുന്നത് ആ കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ്. ഇതിൽ പ്രധാനമായും നമ്മൾ 2 തരം കമ്പനികളെക്കുറിച്ച് മനസ്സിലാക്കണം: വാല്യൂ സ്റ്റോക്കുകളും ഗ്രോത്ത് സ്റ്റോക്കുകളും. അപ്പോ ഈ വാല്യൂ സ്റ്റോക്കുകൾ എന്ന് പറയുന്നത്? വാല്യൂ സ്റ്റോക്കുകൾ എന്ന് പറഞ്ഞാൽ വളർച്ച പ്രാപിച്ച് ഒരു സ്ഥിരത കൈവരിച്ച വലിയ കമ്പനികളാണ്, അതായത് മെച്യൂർ കമ്പനികൾ. ഇപ്പോൾ ഉദാഹരണത്തിന് ITC, TCS, അതുപോലെ കോൾ ഇന്ത്യ തുടങ്ങിയവ. ഇവർക്കിപ്പോ പെട്ടെന്ന് പുതിയ ബ്രാഞ്ചുകൾ തുടങ്ങാനോ വിപുലീകരിക്കാനോ വലിയ നിക്ഷേപം ആവശ്യമില്ലായിരിക്കും, അല്ലേ? കൃത്യം. അവർ ഓൾറെഡി വളർന്നു കഴിഞ്ഞു. അതുകൊണ്ട് അവർക്ക് ലഭിക്കുന്ന ലാഭത്തിന്റെ ഒരു വലിയ ഭാഗം അവർ നിക്ഷേപകർക്ക് ഡിവിഡൻഡായി നൽകുന്നു. മനസ്സിലായി. അപ്പം മറ്റേ വിഭാഗം, അതായത് ഗ്രോത്ത് സ്റ്റോക്കുകൾ, അത് വളർന്നുകൊണ്ടിരിക്കുന്ന ചെറിയ കമ്പനികൾ അല്ലെങ്കിൽ പുതിയ ടെക്നോളജി കമ്പനികളായിരിക്കും. അതെ. ആ കമ്പനികൾക്ക് അവരുടെ ബിസിനസ് വളർത്താൻ എപ്പോഴും പണം ആവശ്യമായി വരും. അതുകൊണ്ട് അവർക്ക് ലഭിക്കുന്ന ലാഭം ബിസിനസ്സിൽ തന്നെ വീണ്ടും നിക്ഷേപിച്ചാൽ മാത്രമേ അവർക്ക് വളരാൻ സാധിക്കൂ. അവർ അതിനെ റീഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ അവർ ലാഭം നമുക്ക് ഡിവിഡൻഡായി തരില്ല? ഇല്ല, സാധാരണഗതിയിൽ അവർ ഡിവിഡൻഡ് നൽകില്ല. പകരം ഭാവിയിൽ അവരുടെ ഷെയർ വില വല്ലാതെ വർദ്ധിക്കാൻ ഈ റീഇൻവെസ്റ്റ്മെന്റ് കാരണമാകും. അതായത് നമ്മൾ ഏത് തരം കമ്പനിയിലാണ് നിക്ഷേപിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും നമുക്ക് ലഭിക്കുന്ന നേട്ടം. സ്ഥിര വരുമാനം വേണമെങ്കിൽ വാല്യൂ സ്റ്റോക്കുകൾ നോക്കാം. അതെ, അത് നിക്ഷേപകന്റെ വ്യക്തിപരമായ തീരുമാനമാണ്. ഇനി കാര്യങ്ങൾ ശരിക്കും വളരെ കൗതുകകരമാകുന്ന ഒരു ഭാഗത്തേക്കാണ് നമ്മൾ വരുന്നത്.
ഇപ്പോ ഒരു കമ്പനി ഡിവിഡൻഡ് പ്രഖ്യാപിച്ചുവെന്ന് വാർത്തകളിൽ കാണുന്നു. അന്ന് തന്നെ ഞാൻ പോയി ആ ഷെയർ വാങ്ങിയാൽ എനിക്ക് ആ പണം കിട്ടുമോ? ഒറ്റനോട്ടത്തിൽ കിട്ടുമെന്ന് തോന്നും. പക്ഷെ ഇല്ല, അതങ്ങനെയല്ല പ്രവർത്തിക്കുന്നത്. അതിന് നമ്മൾ 4 പ്രധാന തീയതികൾ കൃത്യമായി അറിഞ്ഞിരിക്കണം. 4 തീയതികളോ? അതെന്തൊക്കെയാണ്? ഒന്നാമത്തേത് ഡിക്ലറേഷൻ ഡേറ്റ് അല്ലെങ്കിൽ പ്രഖ്യാപന തീയതി. അതായത് കമ്പനിയുടെ ബോർഡ് മീറ്റിംഗ് കൂടി ഒരു ഷെയറിന് ഇത്ര രൂപ ഡിവിഡൻഡ് നൽകുമെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്ന ദിവസമാണിത്. ഓക്കെ, അത് നമ്മൾ വാർത്തകളിൽ കാണുന്ന ദിവസം. രണ്ടാമത്തേതേതാണ്? രണ്ടാമത്തേത് റെക്കോർഡ് ഡേറ്റ്. കമ്പനിയുടെ രജിസ്റ്ററിൽ അല്ലെങ്കിൽ ഔദ്യോഗിക റെക്കോർഡിൽ നിങ്ങളുടെ പേര് ഷെയർ ഹോൾഡറായി ഉണ്ടായിരിക്കേണ്ട അവസാന തീയതിയാണിത്. ഈ ദിവസം നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ ഷെയർ ഉണ്ടായിരിക്കണം. അപ്പോ ഞാൻ ഈ റെക്കോർഡ് ഡേറ്റിന്റെ അന്ന് പോയി ഷെയർ വാങ്ങിയാൽ മതിയാകുമോ? അവിടെയാണ് കുരുക്ക്. അതാണ് മൂന്നാമത്തെ തീയതി, എക്സ് ഡിവിഡൻഡ് ഡേറ്റ്. നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട തീയതി ഇതാണ്. അതെന്താണ് ഇത്ര പ്രത്യേകത? ഇന്ത്യയിൽ ഇപ്പോൾ മാർക്കറ്റിൽ വന്നിരിക്കുന്നത് T+1 സെറ്റിൽമെന്റ് ആണ്. അതായത് ഇന്ന് നിങ്ങളൊരു ഷെയർ വാങ്ങിയാൽ അടുത്ത പ്രവൃത്തി ദിനത്തിൽ മാത്രമേ അത് നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ എത്തുകയുള്ളൂ. അപ്പൊ റെക്കോർഡ് ഡേറ്റിന് വാങ്ങിയാൽ അന്ന് വൈകുന്നേരം ഷെയർ അക്കൗണ്ടിൽ കാണില്ല, പിറ്റേ ദിവസമേ വരൂ. കൃത്യമായി മനസ്സിലാക്കി. അതുകൊണ്ട് ഈ എക്സ് ഡിവിഡൻഡ് ഡേറ്റ് എന്നത് റെക്കോർഡ് ഡേറ്റിന്റെ അതേ ദിവസമോ അല്ലെങ്കിൽ ഒരു ദിവസം മുൻപോ ആയിരിക്കണം. ഇതിനു മുൻപ് തന്നെ നിങ്ങൾ ഷെയർ വാങ്ങിയിരിക്കണം. അതൊരു വളരെ വലിയ പോയിന്റാണ്. എക്സ് ഡിവിഡൻഡ് ഡേറ്റിനും മുൻപ് തന്നെ വാങ്ങണം. അന്ന് വാങ്ങിയാലോ അതിനുശേഷം വാങ്ങിയാലോ നമുക്ക് ഡിവിഡൻഡ് ലഭിക്കില്ല, അല്ലേ? ഒരിക്കലുമില്ല. ആ തീയതി വളരെ പ്രധാനമാണ്. ഇനി നാലാമത്തെ തീയതി എന്നത് പേയ്മെന്റ് ഡേറ്റ് ആണ്. അതെ, പണം കിട്ടുന്ന ദിവസമായിരിക്കുമല്ലോ. അതെ, കമ്പനി പ്രഖ്യാപിച്ച തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തുന്ന ദിവസം. ഇവിടെ എല്ലാവരും പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യം, ഈ തുക നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്കല്ല വരുന്നത്, നിങ്ങളുടെ സ്വന്തം സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലേക്കാണ്. അത് ശരിക്കും നല്ലൊരു കാര്യമാണ്. നേരിട്ട് ബാങ്കിലേക്ക് പണം വരുന്നു. അപ്പോ ഈ തീയതികളുടെ കാര്യത്തിൽ നമുക്കൊരു വ്യക്തത വന്നു. ഇനി ഡിവിഡൻഡുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ തെറ്റിദ്ധാരണയെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അതായത് ഈ ശതമാനക്കണക്കുകളല്ലേ? അതെ, അത് തന്നെ. ഇപ്പോ നമ്മൾ വാർത്തകളിൽ കേൾക്കാറുണ്ട്, കമ്പനികൾ 100% അല്ലെങ്കിൽ 500% ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു എന്നൊക്കെ. ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, ഇപ്പോ 1000 രൂപയുടെ ഷെയർ വാങ്ങിയാൽ 1000 രൂപ തന്നെ തിരികെ കിട്ടുമെന്ന്. അതാണിതിലെ വലിയൊരു കൗതുകം. സാധാരണക്കാരെപ്പോഴും വിചാരിക്കുന്നത് അങ്ങനെയാണ്. പക്ഷേ ഈ ശതമാനം കണക്കാക്കുന്നത് ഒരിക്കലും ഷെയറിന്റെ മാർക്കറ്റ് വിലയിലല്ല, മറിച്ചതിന്റെ മുഖവിലയിലാണ്. അതായത് ഫേസ് വാല്യൂവിൽ. അതെങ്ങനെയാണ്? മാർക്കറ്റ് വിലയും മുഖവിലയും തമ്മിൽ വ്യത്യാസമുണ്ടോ? നമുക്കൊരു ഉദാഹരണത്തിലൂടെ നോക്കാം. ഒരു ഷെയറിന്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് വില 1000 രൂപയാണെന്ന് കരുതുക. എന്നാൽ ആ ഷെയറിന്റെ മുഖവില വെറും 10 രൂപയായിരിക്കും. ഓക്കേ. അപ്പോൾ കമ്പനി 100% ഡിവിഡൻഡ് പ്രഖ്യാപിച്ചാൽ അത് ആ 10 രൂപയുടെ 100% മാത്രമാണ്. അതായത് 1000 രൂപയുടെ മാർക്കറ്റ് വിലയുള്ളൊരു ഷെയറിന് നിങ്ങൾക്ക് ലഭിക്കുന്നത് വെറും 10 രൂപ മാത്രം. ദൈവമേ, ഇത് ശരിക്കും ഒരു അറിവ് തന്നെയാണ്. അപ്പോ വാർത്തകളിലെ ഈ 100-500% കണ്ട് ഓടിച്ചെന്ന് വാങ്ങിയാൽ വെറും 10-50 രൂപയാകും കിട്ടുക. അതെ, അതാണ് യഥാർത്ഥ കണക്ക്. അപ്പൊ നമ്മൾ എന്ത് നോക്കിയാണ് ഈ ലാഭം കണക്കാക്കേണ്ടത്? ശതമാനം നോക്കിയിട്ട് കാര്യമില്ലെങ്കിൽ പിന്നെ എന്താണ് വഴി? അവിടെയാണ് ഡിവിഡൻഡ് ഈൽഡ് എന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നിക്ഷേപകർ എപ്പോഴും ഈ ഈൽഡാണ് നോക്കേണ്ടത്. നമ്മൾ മുടക്കുന്ന തുകയ്ക്ക് എത്ര ശതമാനം തിരികെ കിട്ടുന്നു എന്നാണ് ഇത് കാണിക്കുന്നത്. അതെങ്ങനെയാണ് കണക്കാക്കുക? വളരെ ലളിതമാണ്. ഒരു വർഷം ആ ഷെയറിന് കിട്ടുന്ന മൊത്തം ഡിവിഡൻഡ് തുകയെ ഷെയറിന്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് വില കൊണ്ട് ഹരിക്കുക. എന്നിട്ട് 100 കൊണ്ട് ഗുണിക്കുക. ഒരു ഉദാഹരണം പറയാമോ? ഇപ്പോ 100 രൂപയുടെ ഷെയറിന് 5 രൂപ ഡിവിഡൻഡ് കിട്ടിയാലേ? അങ്ങനെയാണെങ്കിൽ ഈൽഡ് 5%. ഈ കണക്ക് ബാങ്ക് പലിശയുമായി നിങ്ങളുടെ വരുമാനത്തെ താരതമ്യം ചെയ്യാൻ നിങ്ങളെ സഹായിക്കും. ബാങ്കിൽ കിട്ടുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റ് പലിശയേക്കാൾ നല്ല ഈൽഡാണെങ്കിൽ നിങ്ങൾക്ക് ആ ഷെയർ പരിഗണിക്കാം. തീർച്ചയായും. അപ്പോൾ ഡിവിഡൻഡ് ഈൽഡാണ് പ്രധാനമെന്ന് വ്യക്തമായി. ഇനി ഇതിന്റെ നേട്ടങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും കൂടി നമുക്കൊന്ന് വിലയിരുത്താം. എനിക്ക് തോന്നുന്നത് ഡിവിഡൻഡിന്റെ ഏറ്റവും വലിയ ഗുണം പാസീവ് ഇൻകമാണ്. അതെ, ഇപ്പോ മാർക്കറ്റ് തകർന്ന് താഴേക്ക് പോയാലും ശരി, ഇത്തരം വലിയ കമ്പനികൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കൃത്യമായി ഒരു സ്ഥിരവരുമാനം നൽകിക്കൊണ്ടിരിക്കും. അത് നിക്ഷേപകർക്ക് വലിയൊരു ആശ്വാസമാണ്. പക്ഷേ ഇതിൽ എന്തെങ്കിലും മുന്നറിയിപ്പുകളുണ്ടോ? വളരെ പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പുണ്ട്. ഈ കിട്ടുന്ന പണം പൂർണ്ണമായും നിങ്ങളുടേതല്ല. അതെന്താണങ്ങനെ?
ഈ ഡിവിഡൻഡ് തുകയ്ക്ക് നിങ്ങൾ ആദായ നികുതി നൽകേണ്ടതുണ്ട്. നിങ്ങളുടെ ടാക്സ് ലാബ് ഏതാണോ അതനുസരിച്ച് ഈ വരുമാനത്തിനും ടാക്സ് കൊടുക്കണം. ഇത് പലരും മറന്നുപോകുന്നൊരു കാര്യമാണ്. അതൊരു വലിയ പോയിന്റാണ്. ടാക്സ് ബാധ്യതകൾ എപ്പോഴും നമ്മൾ ഓർക്കണം. അപ്പോൾ ഈ ഡിവിഡൻഡിനെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത് കഴിഞ്ഞു. അതെ, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്തു. ഇനി സോഴ്സിൽ കൊടുത്തിട്ടുള്ള വളരെ രസകരമായ മറ്റൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാം. ഓഹരികൾ ഇരട്ടിയാകുന്ന ഒരു അത്ഭുതമുണ്ട്. ഈ ബോണസ് ഷെയറുകളെക്കുറിച്ചും സ്റ്റോക്ക് സ്പ്ലിറ്റിനെക്കുറിച്ചുമൊക്കെ അടുത്ത ക്ലാസ്സിൽ പഠിക്കാമെന്ന് സോഴ്സിൽ പറയുന്നുണ്ട്. അത് നമ്മൾ മറ്റൊരു വിശകലനത്തിൽ വിശദമായി സംസാരിക്കും. അത് നിക്ഷേപകർക്ക് ഒരുപാട് ആകാംക്ഷ നൽകുന്ന വിഷയങ്ങളാണ്. തീർച്ചയായും. അപ്പോൾ ഇന്നത്തെ ഈ വിശകലനം നമുക്കൊന്ന് സംഗ്രഹിക്കാം. ഡിവിഡൻഡ് എന്താണെന്നും അത് പ്രഖ്യാപിക്കുന്ന കമ്പനികളുടെ സ്വഭാവം എന്താണെന്നും നമ്മൾ മനസ്സിലാക്കി. ഒപ്പം ശ്രദ്ധിക്കേണ്ട 4 പ്രധാന തീയതികളും നമ്മൾ പറഞ്ഞു. അതെ, പ്രത്യേകിച്ച് എക്സ് ഡിവിഡൻഡ് ഡേറ്റിന്റെ പ്രാധാന്യം, പിന്നെ മുഖവിലയും മാർക്കറ്റ് വിലയും തമ്മിലുള്ള വ്യത്യാസം, ഡിവിഡൻഡ് yield കണക്കാക്കേണ്ടതിന്റെ ആവശ്യകത, ഇവയെല്ലാം ഈ ചർച്ചയിലൂടെ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാകുമെന്ന് ഞാൻ ഉറപ്പുവരുത്തുന്നു. ടാക്സ് നൽകേണ്ട കാര്യവും ആരും മറക്കരുത്. കൃത്യം. ഇനി ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിനു മുൻപ് നിങ്ങൾക്ക് സ്വയം ചിന്തിക്കാനായി ഞാൻ ഒരു കാര്യം വിട്ടുതരികയാണ്. എന്താണത്? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ബിസിനസ് വിപുലീകരിക്കാൻ ആവശ്യമില്ലാത്തതുകൊണ്ട് ഈ ITC അല്ലെങ്കിൽ കോൾ ഇന്ത്യ പോലെയുള്ള വലിയ കമ്പനികൾ ലാഭം ഡിവിഡൻഡായി നൽകുന്നു എന്ന്. അതെ, വാല്യൂ സ്റ്റോക്കുകൾ. പുതിയൊരു ടെക്നോളജിയിൽ, അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലെയുള്ള ഒന്നിൽ നിക്ഷേപിക്കാൻ അവർ തീരുമാനിച്ചു. അതൊരു വലിയ തീരുമാനമാണല്ലോ. അതെ. അപ്പോൾ നിങ്ങളുടെ ഈ സ്ഥിര വരുമാനം അവിടെ നിലച്ചു. ഒരു നിക്ഷേപകൻ എന്ന നിലയിൽ നിങ്ങൾ ശരിക്കും ഭയപ്പെടുകയാണോ വേണ്ടത്? അതോ ആ കമ്പനിയുടെ വരാനിരിക്കുന്ന വലിയൊരു വളർച്ചയെപ്പറ്റി ഓർത്ത് ആവേശഭരിതനാവുകയാണോ വേണ്ടത്? അതൊരു ഒന്നാന്തരം ചോദ്യമാണ്. നിക്ഷേപകർ തീർച്ചയായും ചിന്തിക്കേണ്ട ഒന്ന്. അതെ, ഒന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പൊ നിങ്ങളുടെ വിലപ്പെട്ട സമയത്തിന് വലിയൊരു നന്ദി. മറ്റൊരു മികച്ച വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം.